അല്ല, ഈ കൊടകര പിന്നെ കുഴൽപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് ബി.ജെ.പിയും CPM-ഉം നടത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കരിവന്നൂരിലെ വേറെ കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം. പക്ഷേ കൊടകര കള്ളപ്പണ കേസ് ED നേരിട്ട് വന്ന് എടുത്തു. ഹൈക്കോടതി ആവശ്യപ്പെടുന്ന പ്രകാരം എടുത്തിട്ട് അതിന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് എഴുതി കൊടുത്തു അവർ. അപ്പൊ അത് BJP നേതാവ് കെ സുരേന്ദ്രനെ തൊടാൻ കഴിയില്ല എന്ന നിലപാടുള്ള ഒരു ഏജൻസി പിണറായി വിജയനെ പിടിക്കാൻ അതിന്റെ രാഷ്ട്രീയ സംസ്ഥാന ഗവൺമെന്റ് അല്ലല്ലോ. ED വന്നു കഴിഞ്ഞാൽ ED മാത്രമേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ചേർന്നല്ല അന്വേഷിക്കുന്നത്. ED ആ കേസിൽ എന്താണ് ഇവർക്ക് കുറ്റമുക്തി കൊടുക്കുകയാണ്. അപ്പോൾ EDക്ക് കൊടകരയിലെ കേസ് എടുക്കണ്ട, പിണറായി വിജയന്റെ മകളുള്ള കേസ് എടുത്താൽ മതി, അത് രാഷ്ട്രീയ ഉദ്ദേശം അതിനകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അല്ല, അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്ന EDയുടെ അന്വേഷണമാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ അന്വേഷണമാണെങ്കിലും BJP CPM ഉള്ള പരസ്പര സഹകരണത്തോട് കൂടിയിട്ടാണ് ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവർക്ക് താല്പര്യമുള്ളപ്പോൾ CPM-ന് താല്പര്യമുള്ളപ്പോൾ ED വരും, BJPക്ക് താല്പര്യമുള്ളപ്പോൾ ED വരും. ഇവർക്ക് താല്പര്യമുള്ളപ്പോൾ ആ കേസ് അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ED എന്നെ അല്ല ചോദ്യം ചെയ്തിട്ടുള്ളതെന്നാണ്, എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തോട് ചോദ്യം ചോദിക്കാത്ത EDക്കെതിരെ എന്തിനാണ് കേരളത്തിലെ CPM-ന്റെ അനുയായികൾ ഇത്തരത്തിലുള്ള വലിയ സമരം നടത്തിയതിന്റെ ഉത്തരം ഇവർ പറയണം. പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ പറയുന്നത് എനിക്കെതിരെ ED അന്വേഷണമില്ല, എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, ഞാനിവിടെ മാറിയിരിക്കുകയായിരുന്നു. പിന്നെ എന്തിന് ഈ അണികളെ തിരുവനന്തപുരത്തും കണ്ണൂരും ഇവർ തെരുവിലിറക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനം നടത്തിയതിന്റെ ഉത്തരവാദിത്വം പോളിറ്റ് ബ്യൂറോ